തമിഴ്നാട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രം ദൂരത്താണ് നമ്മുടെ നിലമ്പൂര് കിടക്കുന്നത്. അതിലേക്കുള്ള പാസേജ് ആണ് ഈ കിടക്കുന്നത്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? കണ്ടു നോക്കുന്നത്. ഇത് വെറുതെ പറയല്ല, ബോർഡ് അടിച്ചു വെച്ചിട്ടുണ്ട്. പൈസീസ് കേവ് 2.5 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഗുഹ കിടക്കുന്നത്. ഇതിനുള്ളിൽ കയറിയാണ്ട് ഫുള്ളായിട്ട് പോണ ഒരു വിഷ്വലും വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത്. 1.5 കൊല്ലമായിട്ടുള്ള ഈ ഒരു ഗുഹ കണ്ടെത്തിയിട്ട്, അതായത് പഴശ്ശി രാജാവിന്റെ 6ാം തലമുറയിൽപ്പെട്ട മകളും മരുമകനും വന്നുകൊണ്ടാണ് ഇതിനുള്ളിൽ പഴശ്ശിയുടെ ഫോട്ടോ ശിലാരൂപം ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഒരു വളക്കും കത്തിച്ചു വെച്ചിട്ടുണ്ട്. അന്നാണ് ഇതിന്റെ ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത്. ആര് പറഞ്ഞാലും വിശ്വസിക്കൂല എന്നറിയാം, പക്ഷെ കണ്ടു നോക്കി. ഇവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെന്ന് അവസാനിക്കുന്നത് 2.5 കിലോമീറ്റർ അപ്പുറത്ത് നിലമ്പൂർ ഫോറസ്റ്റിന്റെ എൻട്രിയിലാണ്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കേരളത്തിലേക്കാണ് ഈ ഒരു എൻട്രി കിടക്കുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. ഇത് 2 പാസേജ് വരെ ഇതിന്റെ ഉള്ളിലുണ്ട്. കാരണം ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ മലയാളികൾ എക്സ്പ്ലോർ ചെയ്യാത്ത സംഭവമാണ്. അപ്പൊ നമുക്ക് ഈ ഗുഹ ഒന്ന് അടിച്ച് പൊളിച്ച് എക്സ്പ്ലോർ ചെയ്താലോ? അപ്പൊ നമ്മള് ഈ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പോയി കണ്ടുവരാം. ഞങ്ങൾ വേറെ ആൾക്കാരുണ്ട് ബാക്കിൽ, ഒറ്റ ഒന്ന് പോകുന്നില്ല, ഒക്കെ പേടി. ഞങ്ങള് കയറാൻ പോവാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ കേവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നമുക്ക് നീണ്ടു നിവർന്ന് നിൽക്കാം. 90% നമ്മളിങ്ങനെ കുമ്പിട്ടാണ്ട് പോകണം. കല്ലൊക്കെ പതിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗമൊക്കെ. വെറുതെ തന്നെ പോലെ. ഓക്കെ. പഴശ്ശി ഗുഹ, പഴശ്ശി കേവ് അല്ലേ? അല്ല, ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാലേ വവ്വാലുകൾ കുറച്ചൊന്നല്ല, കുറച്ച് തോനുണ്ട്. ഇനി നിപ്പയാണോ ഇനി എന്താ വരാന്ന് അറിയില്ല. എടാ, നിപ്പ നാട്ടിലത്തെ വവ്വാലേ ഉണ്ടാവുള്ളൂ. അതെ, ഇത് ഗുഹന്റെ ഉള്ളിലാണ്. പഴശ്ശി രാജ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഭാഗത്ത് നമുക്ക് നീണ്ടു നിവർന്ന് തന്നെ പോകാം. നമുക്ക് ഏകദേശം ഒരു 6 അടിന്റെ ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ പോലെ. നമ്മളിപ്പോ ഏകദേശം 5.25 അടിക്കുണ്ട്. പക്ഷെ ഇതിന് വേറെ ഇതെന്തായോ, ഈ ഇത്രയും മായ പുറത്ത് പെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ചുമരിന് നനവില്ലടോ. ചുമരിന് നനവില്ലാത്തുള്ളൂ, പക്ഷെ അടിയിൽ വെള്ളല്ലേ? അടിയിൽ വെള്ളമുണ്ട്. അത്രയും ഉറപ്പുണ്ട്. മേലെ ഭാഗം അടി ചളി പിളിയാണ്. പിന്നെ ഈ പഴശ്ശി അറിയുന്ന ആള് ഇയാളാണല്ലേ? ഞാൻ പഴശ്ശി അങ്ങനെ പറയല്ലടോ, റെസ്പെക്ട്. ഇയാളെന്ന് പറയരുത്, ഇദ്ദേഹം സംഭവം സെറ്റപ്പാണ്. ഇതാളെ പറ്റിച്ചാൻ വേണ്ടി ഇവിടെ ഒരു ഗുഹ ഉണ്ടാക്കിയിട്ടില്ലേ? അല്ലയാ, പുലിയല്ലല്ലോ. ഇവിടുന്നാണ് പറഞ്ഞത് 2 വേ ആയിട്ട് തിരിയുന്നുണ്ട് അല്ലേ? യഥാർത്ഥ വേ. ഗുഹയ്ക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ പഴശ്ശിന്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഗുഹ 2ആയിട്ട് തിരിയാണ്. അത് ഒന്ന് അങ്ങോട്ടും ലെഫ്റ്റും ഒന്ന് റൈറ്റും. ഇത് ഒന്ന് ഫേക്കും ഒന്ന് ഒറിജിനലാണ്. ഇത് അന്നത്തെ ഗോറില്ല യുദ്ധത്തിനൊക്കെ ഈ ആൾക്കാരല്ല, ഈ ശത്രുക്കൾ വരുമ്പോ ഓലെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പുറത്തേക്കാണ് കണ്ടാത്തൊന്നും നല്ല വഴി എന്ന് തോന്നും, ഇങ്ങോട്ട് കുറച്ച് മോശമാണേനും. അപ്പോൾ ഇങ്ങോട്ട് ആൾക്കാർ തിരിഞ്ഞു പോകും. പക്ഷെ ഒറിജിനൽ വഴി ഇതാണ്. ഇത് കൂടെ പോയാലാണ് നിലമ്പൂർ ഫോറസ്റ്റ് ബോർഡർക്കാണ് ഈ ഒരു തുരങ്കം, ഈ ഒരു ഗുഹ ചെന്ന് എത്തുന്നത്. വാ, നമുക്ക് ജസ്റ്റ് ഒന്ന് അല്ലേ, ജസ്റ്റ് ഒന്ന് ഇത് കൂടെ ഒന്ന് കേറി പോവാം. ഇത് ലോങ് എന്ന് പറയുന്നത് വെറും 2.5 കിലോമീറ്റർ ലോങ്ങേ പറയുന്നുള്ളൂ. താന്ന് വയ്ക്കോ, താന്ന് പോയ പ്രശ്നമില്ല. അതിൽ മേലെ കൂടെ പോലെ ഇഷ്ടം പോലെ ഉണ്ട്. വവ്വാലുകൊണ്ട് 5 കളിയാണ് അവിടെ. സംഭവം അടിപൊളിയല്ലേ? ഇത് വെട്ടിയത് തന്നെ, അല്ലാതെ ഉണ്ടാവുകയല്ല. പാറടെ തുരന്നിട്ട് 2 ഭാഗം തുരന്ന് കറക്റ്റാക്കിയാണ് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കി ചില ഭാഗത്തൊക്കെ എന്താ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഈ 2.5 കിലോമീറ്റർ ആണ് ഈ ഗുഹ ഇങ്ങനെ കിടക്കുന്നത്. സംഭവമാണ്. നമ്മള് ചെറിയ സംഭവം എന്നല്ല. നമ്മള് അന്നത്തെ കാലത്തൊക്കെ പറഞ്ഞാല് നമ്മളൊക്കെ ഈ ചരിത്രത്തിലും പുസ്തകത്തിലൊക്കെ വായിക്കണത് കാര്യങ്ങളല്ലേ നമുക്കറിയുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കഥ കേൾക്കണതല്ലേ നമുക്കറിയുള്ളൂ. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ റിയൽ ആയിട്ട് ഉണ്ടായിരുന്ന സംഭവങ്ങളാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണത്. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഇതൊക്കെ. നമുക്ക് ജസ്റ്റ് വന്നാണ്ടല്ലേ നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ്. അപ്പൊ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട. ഞാൻ പറയണ്ട, എന്റെ പേര് വന്നിരുന്നു കേട്ടോ. അതാ, എന്റെ മോനെ, ഇതൊക്കെ നോക്കാം നിങ്ങൾ. എന്താ ശരിക്കും നേർന്നിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ നിക്കണ മാതിരി നേരെ നിൽക്കുമ്പോ അവല് വന്നിരിക്കുകയാണ്. മേലെ കൂടെ അവലിന് പോകാനുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുത്താണ്. ഇതുപോലെ നിങ്ങൾക്ക് ഈ ഗുഹ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ കമന്റ് ബോക്സ് കൊടുക്കുന്നുണ്ട്. അതിൽ അത് നോക്കിയാണ്ട് വന്നാൽ മതി.